അപ്പോൾ ഞാനങ്ങനെ വേറൊരു അക്കാഡമിയിലും കണ്ടിട്ടില്ലായിരുന്നു. ഇത്രേ ഉള്ളൂ എന്നാൽ ഇത്രയും ടെസ്റ്റ് സീരീസ് അത്രയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസിൻ്റെ കേസ് എടുത്ത 5,000 10,000 ഒക്കെയാണ് വേറെ അക്കാഡമീസിലൊക്കെ പോയാൽ നമുക്ക് ആവുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്രയും ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോൾസൺ സാറ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നത്, യുവർ ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ ഈസ് ഓൾവേസ് കറക്റ്റ് എന്നുള്ളത്. അത് കാരണം ഞാൻ അവിടെ വന്നിട്ട് കുറേ തെറ്റിക്കുമായിരുന്നു. ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് പിന്നെയും കുറേ ഓവർ തിങ്ക് ചെയ്തിട്ട് പിന്നെ അത് തെറ്റിക്കും. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ കറക്റ്റാണ്, അത് മാത്രം വെക്കുക. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അത് നല്ലതാ, അതാണ് പറയണ്ടേ. ഞാൻ പറഞ്ഞാൽ ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്താ പറയുക, പല ആൾക്കാരും ഓവർ തിങ്ക് ചെയ്ത് ടൈപ്പ് പ്രോബ്ലംസ് കൊണ്ട് കൊളാക്കുന്നത്. നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ പലരും, നമുക്ക് ഒരു 75-80 അല്ലെങ്കിൽ ഒരു 60-70 വന്ന് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെയൊക്കെ മെയിൻ പ്രശ്നം ഈ പറയുന്ന ഓവർ തിങ്കിങ്ങാണ്. അപ്പോൾ അതൊന്ന് പരിഹരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ യു ഷുഡ് ഡിപ്പെൻഡ് ഓൺ യുവർ ഇൻറ്റ്യൂഷൻ മോർ. കാര്യം ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് വെരി പവർഫുൾ ടൂൾ. കുറച്ച് ചുമ്മാ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവത്തില്ലല്ലോ, നമ്മുടെ ലോജിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ലോജിക്സ് വർക്ക് ചെയ്തിട്ട് ഇൻറ്റ്യൂഷൻ സാധനം വരുന്നതിന്. സോ അത് സാർ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യമാണ്. ഇൻഫാക്ട് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. പിന്നെ സാറിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സാറാണ് സിസാറ്റ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ മറ്റ് എക്സാംസ് ഒക്കെ എഴുതുന്നുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ആപ്റ്റിറ്റ്യൂഡ് അത്ര കുഴപ്പമില്ല. പക്ഷെ സാറ് കാരണമാണ് ഞാൻ ആ ഒരു ഡിവിഷൻ പഠിച്ചത്. സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. സാറാണ് ഇങ്ങനെ പറഞ്ഞത്, ഫസ്റ്റ് 20 മിനിറ്റ്സ് ഇംഗ്ലീഷ്, സെക്കൻഡ് 20 മിനിറ്റ്സ് മാത്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മാത്സ്. ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സിസാറ്റ് നമ്മൾ ഉച്ചയ്ക്കാണല്ലോ നടത്തുന്നത്. എനിക്ക് ഭയങ്കര ഉറക്കം വരും ഈ സിസാറ്റ് നമ്മൾ എഴുതി തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ സാറ് പറഞ്ഞ ഈ മെത്തേഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, പിന്നെ മാത്സ്, പിന്നെ അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് ഷിഫ്റ്റ് ആവും. നമുക്ക് ഇപ്പം എനിക്ക് ഉറക്കം വരാറില്ല. സിസാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ അന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ആണല്ലോ, ഈ ഫോർമാറ്റ് നിനക്ക് അപ്ലൈ ആയി എന്നുള്ളതാണ്. നിനക്കിത് വർക്കായി, പക്ഷേ ഈ ഫോർമാറ്റ് വർക്ക് ആവാത്ത കുട്ടികളുണ്ട്. യെസ്, പക്ഷേ നമ്മൾ ഓരോ സ്റ്റുഡൻസ് അനുസരിച്ച് അതാ പറഞ്ഞിരുന്നത്. ഇപ്പം നിനക്ക് സാറ് പറയുന്ന ഫോർമാറ്റ് നിനക്ക് വർക്കായി, ഇത് യൂണിവേഴ്സൽ ആയിരിക്കില്ല. ഇപ്പം നമ്മൾ വേറെ കുറച്ച് കുട്ടികൾക്ക്, അതായത് വളരെ ഡിഫിക്കൽട്ടി സിസാറ്റ് കാരണം അതൊരു ഹേർഡിലായിട്ട് വരുന്ന പിള്ളേരുണ്ട്. GS ഒക്കെ നന്നായിട്ട് AC ചെയ്യും, 800, 510, 120. പക്ഷേ സിസാറ്റ് വരുമ്പോൾ 55, 56. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി നമ്മൾ വേറെ കുറേ സ്ട്രാറ്റജീസ് പറയുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ അല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കത് വർക്കായി. അതുകൊണ്ടാണല്ലോ നമ്മൾ സന്തോഷമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്.